ചിരിക്കണോ അതോ കരയണോ എന്നൊക്കെ അറിയാത്ത നമുക്ക് ഒരുപാട് അവസ്ഥകളുണ്ടാവില്ലേ? അതേപോലെ ഒരവസ്ഥയാണ് കേട്ടോ ഇത്. ഒരു 8:30 ആയപ്പോൾ "അയ്യോ! എന്നെ പാമ്പ് കടിച്ചേന്ന്" പറഞ്ഞ് ഓടി വന്നു കേട്ടോ അമ്മു. അപ്പോൾ നമ്മളെല്ലാവരും പേടിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഒരു വിഷമില്ലാത്ത പാമ്പാണ് കേട്ടോ അവളെന്നെ കടിച്ചത്. എന്നാലും ഒരു ദിവസം ഒബ്സർവേഷനിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ സാഹസികമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം എൻ്റെ വീഡിയോ ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ ശരി എടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 24 മണിക്കൂർ നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ നമുക്കൊരു ബെഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബെഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നടന്ന് പൊക്കോളാം പറഞ്ഞപ്പോൾ പറ്റില്ല ഞങ്ങൾ ഉന്തിയിട്ടേ കൊണ്ടുപോകുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ട് ഉന്തി കൊണ്ടുപോയി. അങ്ങനെ നമുക്കൊരു ബെഡ് തന്നു. നമ്മൾ 2 പേരും അവിടെ ഇന്നത്തെ ദിവസം സ്റ്റേ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ചായ കുടിക്കണം, ഐസ്ക്രീം കഴിക്കണം എന്നൊക്കെ. അങ്ങനെ ആളില്ലാത്തൊരു വഴി കൂടെ ഞാനിങ്ങനെ നട്ടപ്പാതിരയ്ക്ക് ചായയും വാങ്ങിച്ച് നടക്കുകയാണ് കേട്ടോ. ഞാൻ വന്ന് നോക്കുമ്പോൾ അവളത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. പാമ്പ് കടിച്ച ആളാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുക്കലുണ്ടായിരുന്നു. ബ്ലഡ് ഒരു 1.5 മണിക്കൂർ നേരം കഴിയുമ്പോൾ ബ്ലഡ് എടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ വേദനിച്ചിട്ട് കരയാണ് കേട്ടോ അവൾ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വീടൊക്കെ വിട്ട് 2 പേരും ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ദിവസം രാത്രി പോയിട്ട് പിറ്റേ ദിവസം രാത്രിയാണ് ഞങ്ങളവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പേടിച്ച് നിലവിളിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയത്. പക്ഷേ ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ അവിടുന്ന് തിരിച്ച് വന്നത് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ സന്തോഷമായിട്ട് തിരിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ലിഫ്റ്റ് കേടായി കേട്ടോ. രാത്രി 2 മണിക്ക് വിശന്നപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ അത്രയേ ഉള്ളൂ. ഇത് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ.